ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് രാവിലെ തന്നെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാണ്. സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പാലും മുട്ടയും ബ്രെഡുമാണ്. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം കുക്കിംഗ് ഒക്കെ കുറച്ച് ദിവസമായിട്ട് പെൻഡിങ്ങിലാണ്. അടുക്കള ക്ലോസ് ആണ്. പിന്നെ വേറെ കുറച്ച് വിശേഷങ്ങളുണ്ട്. അപ്പം കുറേ വീഡിയോ ആയിട്ടൊക്കെ വിശേഷങ്ങൾ പങ്കിടുന്നതാണ്. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കേശൂട്ടൻ അംഗനവാടി പോകാൻ സെറ്റായി ഇറങ്ങിയിട്ടുണ്ട്. എന്താ ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു യാത്രയപ്പിന് പോവുകയാണ്. ആരാ എന്തായാലെന്നൊക്കെ വഴിയെ പറയാം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുവരെയുള്ള സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ കുടുംബം ഒരു 4K എത്താറായിട്ടുണ്ട്. എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതാണ്. ഒരു യാത്രയപ്പാണ്. കേശൂട്ടൻ സെറ്റായി ഇറങ്ങിയിട്ടുണ്ട്. കേശൂട്ടൻ്റെ അംഗനവാടിയിലെ ലാസ്റ്റ് ദിവസങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. എന്താണ് അംഗനവാടി നിർത്താൻ പോകുന്നത്, എന്തുകൊണ്ടാണെന്നൊക്കെ വരും വീഡിയോയിൽ പറയുന്നതാണ് വിശേഷങ്ങളൊക്കെ. അപ്പം പോകുന്നതിന് മുമ്പ് കുട്ടികളെ കാണണം, ഫോട്ടോസ് എടുക്കണം. പിന്നെ കുട്ടികൾക്ക് എല്ലാവർക്കുമായിട്ട് എന്തെങ്കിലും സ്വീറ്റൊക്കെ കൊടുക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ്. അവൻ ആദ്യമായിട്ട് പഠിച്ചത് സ്ഥലം, അവൻ്റെ ആദ്യത്തെ ഫ്രണ്ട്സ്, ആദ്യത്തെ ടീച്ചർ, അങ്ങനെയൊക്കെയല്ലേ. അതുകൊണ്ട് ഞങ്ങളുടെ എപ്പോഴും പോകുന്ന സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. ആദ്യം തന്നെ അവൻ സെലക്ട് ചെയ്യാൻ പോകുന്ന അവൻ്റെ മിഠായി ആയിരുന്നു. പിന്നെ എല്ലാവർക്കും കൂടെ ഒരുപോലത്തെ എന്തെങ്കിലും ഒരു സ്വീറ്റ്, എന്തെങ്കിലും മിഠായി ആകാമെന്ന് കരുതി അച്ഛനും മോനും കൂടെ അതായിരുന്നു സെലക്ഷൻ. അങ്ങനെ പിന്നെ പിള്ളേരുടെയൊക്കെ കണക്ക് വെച്ച് നമ്മൾ ഒരെണ്ണം കണ്ടുപിടിച്ച് അങ്ങനെ കുട്ടികൾക്കുള്ള സ്വീറ്റ് വാങ്ങിക്കലായിരുന്നു ആദ്യത്തെ പരിപാടി. എല്ലാവരും വന്നെത്തേണ്ടതുകൊണ്ട് ഇച്ചിരി ലേറ്റായിട്ടാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. അപ്പം ബില്ലൊക്കെ പേ ചെയ്ത് ഇവിടുന്ന് ഇറങ്ങുവാണ്. ഇപ്പം ഫ്രൈഡേ, നാളെ സാറ്റർഡേ. അതോടുകൂടെ കേശൂട്ടൻ്റെ ഈ അംഗനവാടിയിലെ കലാലയ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതെന്താണ് കാരണമെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അപ്പം കേശൂട്ടൻ അംഗനവാടിയിലെത്തി. ടീച്ചറോട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ ഞങ്ങൾ സെലക്ട് പോയി കണ്ട് ഇഷ്ടപ്പെട്ടൊരു അംഗനവാടിയായിരുന്നു ഇത്. മെയിനായിട്ട് ഈ ടീച്ചറെ കണ്ടപ്പോൾ എൻ്റെ കുഞ്ഞുനാളിലെ ഞാൻ പഠിച്ച അവിടെ എൻ്റെ ഒരു ഫേവറേറ്റ് ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചറിൻ്റെ ഫേസ് ആയിരുന്നു എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെയാണ് കേശൂട്ടനെ ഇവിടെ വിടാനായിട്ട് പോയത്. ഒരുപാട് കൂട്ടുകാരുണ്ട് കേശൂട്ടന്. അവിടെ ചെന്നപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര ബഹളം. കേശൂട്ടൻ ഇന്ന് കുറച്ച് മൂടി ആയതുകൊണ്ട് പോകണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഞാനും അച്ഛനും അവനും കൂടാണ് ഇതിനു വേണ്ടി വന്നത്. ടീച്ചറോട് എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് ഫോട്ടോസൊക്കെ വേണം ടീച്ചറെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിള്ളേരെയൊക്കെ മിഠായിയൊക്കെ തരാമെന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് പിള്ളേരൊക്കെ അതനുസരിച്ച് മിഠായി കിട്ടാന്ന് തരുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അതനുസരിച്ച് എല്ലാവരും മിടുക്കനും മിടുക്കത്തികളുമായിട്ട് അറേഞ്ച് ചെയ്ത് ടീച്ചർ ഇരുത്തി. പിന്നെ ഞാൻ കൂട്ടുകാരുടെ എല്ലാവരുടെയും കൂടെ ഫോട്ടോസും വീഡിയോസും പിന്നെ ടീച്ചറുമായിട്ട് എനിക്കൊരു ഫോട്ടോ വേണമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒക്കെ കുട്ടിക്കാലത്തുള്ള എൻ്റെ സ്കൂൾ ലൈഫിലേക്ക് ഫോട്ടോസൊക്കെ കുറവാണ്. ഫ്രണ്ട്സൊക്കെ അഥവാ ഇട്ടാലായിരിക്കും കിട്ടുന്നത്. അപ്പം എൻ്റെ മോന് ആ ഒരു ഇതൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതുകൊണ്ട് അവൻ്റെ കുഞ്ഞുനാളിലെ തൊട്ടുള്ള എല്ലാം ഞാൻ കളക്ട് ചെയ്ത് വെക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് അവൻ്റെ അവൻ പഠിക്കാൻ വന്നതായിട്ടും അവൻ്റെ ആദ്യത്തെ ഫ്രണ്ട്സും ടീച്ചറും ആ രീതിയിൽ ഞാൻ ഇതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു ഞാൻ. ടീച്ചർ അതിനെല്ലാം സെറ്റ് ചെയ്ത് പിന്നെ അവൻ്റെ ആൻറ്റി അവനെ നോക്കുന്ന ആള്, അങ്ങനെ അവരെല്ലാവരും കൂടെ സന്തോഷമായിട്ട് തന്നെ ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് എടുക്കാനായിട്ട് അറേഞ്ച് ചെയ്തിരുത്തുകയും അവരിരിക്കുകയൊക്കെ ചെയ്തു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇനി എനിക്കിത് ഫ്രെയിം ചെയ്തൊക്കെ വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അവൻ വലുതാകുമ്പോൾ, ഇപ്പോൾ അവനിതൊന്നും അറിയത്തില്ലെങ്കിലും അവൻ വലുതാകുമ്പോൾ കാണാമല്ലോ. അപ്പോൾ അതിനു വേണ്ടിയാണ്. ഇനി അവൻ പഠിക്കാൻ പോകുന്ന സ്ഥലം ഏതാണെന്നൊന്നും ഞങ്ങൾക്ക് തന്നെ ഐഡിയ ഇല്ല. അതൊക്കെ ഇനി തിരക്കി സെറ്റ് ചെയ്യണം. അപ്പം ഞങ്ങൾ കേശൂട്ടനെ ഇവിടുന്ന് കൊണ്ടുപോവുകയാണ്. അതെന്താന്നൊക്കെ വരുന്ന വീഡിയോ ഒക്കെ മറക്കാതെ കാണണം എല്ലാവരും. അതിൻ്റെ അകത്തുണ്ട് എല്ലാ വിശേഷങ്ങളും അടുത്ത വീഡിയോയിലൂടെ ഞാൻ അറിയിക്കുന്നതാണ്. അതിനുശേഷം കേശൂട്ടനെ കൊണ്ട് എല്ലാവർക്കും സ്വീറ്റ്സ് മിഠായിയൊക്കെ കൊടുത്തു. ഭയങ്കര സന്തോഷമായി. അവൻ്റെ കൂട്ടുകാരും പിള്ളേരൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ പോവാൻ നേരം ഇന്നത്തെ ദിവസം നാളത്തെ ദിവസം കൂടെ അവനെ ഇരുത്തുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ പോവാൻ നേരം സാധാരണ അവൻ ആണ് ടാറ്റ തരുന്ന. ഇപ്രാവശ്യം
കൂട്ടുകാരെ എല്ലാവരും എനിക്ക് ടാറ്റ തരികയും പ്ലെയിൻ കിസ് തരികയും ഒക്കെ ചെയ്തത് എനിക്ക് ഭയങ്കര സന്തോഷമായി. പിള്ളേരൊക്കെ നല്ല ഹാപ്പിയായി. അപ്പം എൻ്റെ ആഗ്രഹം പോലെ തന്നെ എനിക്ക് വയ്യാഞ്ഞിട്ട് ഞാൻ പിന്നെ ചേട്ടനോട് പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് വരുമായിരുന്നു. ചേട്ടനോട് ഫോട്ടോസ് എടുത്ത് വരാൻ പറഞ്ഞാൽ ചേട്ടൻ അങ്ങനെ പിള്ളേരുമായിട്ട് നല്ല സിങ്ക് അല്ലാത്തതുകൊണ്ട് ഞാനും കൂടെ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വിശേഷം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.